ചന്ദ്രലേഖയുടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. അറിവിൻ്റെയും കാഴ്ചയുടെയും പുതിയ ദൃശ്യവിരുന്നുമായാണ് ഇന്ന് ചന്ദ്രലേഖ നിങ്ങൾക്ക് മുമ്പിലെത്തുന്നത്. നിങ്ങൾ കാണാനും അറിയാനും ഇഷ്ടപ്പെടുന്ന ഒട്ടനേകം കാര്യങ്ങൾ ചന്ദ്രലേഖ നിങ്ങൾക്ക് മുമ്പിൽ ഒരുക്കുന്നു. ഒരിക്കൽ കൂടി മാന്യപ്രേക്ഷകർക്ക് ചന്ദ്രലേഖയിലേക്ക് സ്വാഗതം. ചില ആളുകൾ നമുക്ക് പ്രചോദനമാകാറുണ്ട്, ചിന്തിക്കാനും പ്രവർത്തിക്കാനും ചിലപ്പോഴെല്ലാം ജീവിക്കാനും തന്നെ. അത്തരം ആളുകളെ ഓർമ്മിക്കാനും അറിയാനുമുള്ളതാണ് ആദ്യത്തെ സെഗ്മെന്റ്. പ്രശസ്ത സാഹിത്യകാരി വിർജീനിയ വൂൾഫിന്റെ ജന്മദിനമാണ് ജനുവരി 25. സാഹിത്യത്തിൽ ആധുനികതയ്ക്ക് തുടക്കമിട്ട പ്രമുഖരിൽ ഒരാളാണ് വിർജീനിയ വൂൾഫ്. ചെറുപ്രായത്തിൽ തന്നെ എഴുത്തിന്റെ വഴിയിലേക്ക് തിരിഞ്ഞ വിർജീനിയ 1915 തന്റെ ആദ്യ നോവൽ പ്രസിദ്ധീകരിച്ചു. എഴുത്തിന്റെ പാരമ്പര്യ വഴികളിൽ നിന്ന് മാറി ചിന്തിച്ചു എന്നതാണ് വിർജീനിയ വൂൾഫിനെ ശ്രദ്ധേയയായ എഴുത്തുകാരിയാക്കിയത്. സ്വഭാവത്തിലെ പെട്ടെന്നുള്ള വൈകാരിക മാറ്റങ്ങളോടൊപ്പം വിഷാദരോഗത്തിന്റെ അവസ്ഥകളും വിർജീനിയ വൂൾഫിൽ പ്രകടമായിരുന്നു. 1941 തന്റെ 59-ാം വയസ്സിൽ വിർജീനിയ വൂൾഫ് ആത്മഹത്യ ചെയ്തു. കുട്ടിയായിരിക്കുമ്പോൾ തന്നെ തന്റെ ക്രിയാത്മകത കൊണ്ട് ഏവരെയും അത്ഭുതപ്പെടുത്തുവാൻ വിർജീനിയ വൂൾഫിന് കഴിഞ്ഞിരുന്നു. ഹൈഡേ പാർക്ക് ഗേറ്റ് ന്യൂസ് എന്ന പേരിൽ തന്റെ കുടുംബത്തിനായി മാത്രം പത്രമിറക്കി ഏവരെയും ആശ്ചര്യഭരിതയാക്കി ഈ കലാകാരി. മിസിസ് ഡല്ലവേ, ടു ദ ലൈറ്റ് ഹൗസ് എന്നിവയായിരുന്നു വിർജീനിയ വൂൾഫിന്റെ പ്രധാന കൃതികൾ. കുട്ടികളെ എങ്ങനെ സംരക്ഷിക്കാം എന്നതാണ് നാം അടുത്ത സെഗ്മെന്റിൽ കാണാൻ പോകുന്നത്. കുട്ടികളുടെ ഒരു ഫാഷൻ ഡിസൈനറെ നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം. കുട്ടികൾക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോഴാണ് ഇന്ന് പാരൻസ് ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്നത്. ഏത് സൈസാണ് അവർക്ക് മാച്ച് ആവുക, ഏത് കളറാണ് അവർക്ക് മാച്ച് ആവുന്നത്, പുതിയ ട്രെൻഡ്സ് എന്തൊക്കെയാണ്. ഇതിനൊക്കെ ഉത്തരം കണ്ടെത്താൻ നാം ഇന്ന് എത്തിയിരിക്കുന്നത് കുട്ടികളുടെ ഫാഷൻ ഡിസൈനറായ ജാറ്റോസിനടുത്താണ്. ഹായ് ജാറ്റോസ്. ഹായ്. ഇപ്പോൾ കുട്ടികളുടെ ഡ്രസ്സ് തയ്ക്കാൻ കൊടുക്കുമ്പോൾ അമ്മമാർക്കെല്ലാം ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാൻ? നമ്മൾ പൊതുവെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുമ്പോഴാണെങ്കിൽ നമ്മൾ സോഫ്റ്റ് മെറ്റീരിയൽ ആയിരിക്കണം. അതായത് ഓരോ കുട്ടിക്കും ഓരോ ഏജിലും ഓരോ ഇറിറ്റേഷൻസ് ആണ് ഉണ്ടാവുക. അപ്പം ചെറിയ ഇതാണെങ്കിൽ കുട്ടിക്ക് പറയാനൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് നമ്മൾ ഓൾറെഡി സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലും കോട്ടൺ മെറ്റീരിയലും ഇന്നറിലിട്ടിട്ട് നമ്മൾ ചെയ്യും. പക്ഷേ കുറച്ചുകൂടി വലിയ കുട്ടിയാകുമ്പോൾ ഇറിറ്റേഷനും ഇച്ചിങ്ങും ഒക്കെ കാണിക്കാൻ തുടങ്ങും. അപ്പോൾ ആൾ പറയും എനിക്ക് ഇന്ന ഉടുപ്പ് വേണ്ട എന്ന് പറയും. അത് പറയാതിരിക്കാൻ വേണ്ടി അമ്മ ഓൾറെഡി കുറച്ച് സ്റ്റിഫ് അല്ലാത്ത സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഡെയിലി യൂസിന് വേണ്ടി യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഇപ്പം ഫങ്ഷൻ വെയർ ആണെങ്കിൽ ഒരു ദിവസത്തേക്കല്ലേ എന്ന് ഓർത്തിട്ട് നല്ല പറന്ന് നിൽക്കുന്ന ഡ്രസ്സുകളാണ് എപ്പോഴും അവർ യൂസ് ചെയ്യുക. അതുകൊണ്ട് ആ ഒരു ദിവസത്തേക്കുള്ളത് അവർ അങ്ങ് ക്ഷമിച്ചു വിടും. അതുപോലെ തന്നെ സോഫ്റ്റ് ഇന്നറിൽ കോട്ടൺ മെറ്റീരിയൽ ലൈനിങ് കൊടുക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ വിയർക്കുമ്പോൾ അവർക്ക് പോളിസ്റ്റർ മിക്സ് ഉള്ളത് അല്ലെങ്കിൽ സാറ്റിനാണെങ്കിലും അകത്തിട്ട് കഴിഞ്ഞാൽ എപ്പോഴും അവർ വേർത്തുകൊണ്ടിരിക്കും. കോട്ടൺ ലൈനിങ് ഇടാനായിട്ട് പറയും. കാരണം വെച്ചാൽ വേർത്ത് കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ കുട്ടിക്ക് പനി ഉണ്ടാവും. അങ്ങനെയുള്ള അസുഖങ്ങൾ വരാതിരിക്കാനായിട്ടും കൂടെ കോട്ടൺ ലൈനിങ് ഇട്ട് അത് വേർപ്പ് പെട്ടെന്ന് പിടിച്ചെടുക്കാനും അങ്ങനെ ഒരു കൂളായിട്ട് ബോഡി നിലനിർത്താനും വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാതാപിതാക്കൾ ശ്രദ്ധ കൊടുക്കാറുണ്ട്. ഇപ്പോൾ നമ്മളൊരു പാർട്ടി വെയർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഇങ്ങനെ ആഡ് ചെയ്താൽ കുറച്ചുകൂടെ ഭംഗി കിട്ടും, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പം നമ്മൾ വെഡ്ഡിങ് ഗൗൺസ് ഒക്കെ കാണുമ്പോൾ അകത്ത് റൗണ്ട് ഇടുന്നത് നമ്മൾ പൊതുവേ നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ കുട്ടികളുടെ ഡ്രസ്സിനാണെങ്കിൽ നമ്മൾ ബോംബെ എന്നൊക്കെ വരുന്ന ഡ്രസ്സല്ല, നമ്മൾ നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന ഡ്രസ്സുകളാണെങ്കിൽ അകത്ത് ലൈനിങ്, മറ്റേ ബോംബെ എന്ന് വരുന്ന ഡ്രസ്സിനകത്താണെങ്കിൽ സ്റ്റിഫ്നർ ഇടുന്നത് ഒരു പേരിന് മാത്രമാണ്, സാധനം ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി. നമുക്ക് നല്ല ഭംഗിയായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റിഫ് നെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു നെറ്റ് ഉണ്ട്. അത് അകത്ത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ റൗണ്ട് കൂടുന്നതനുസരിച്ച് അത്രയും ഉടുപ്പ് പഫി ആയിട്ട് നിൽക്കും. അല്ലെങ്കിൽ അങ്ങനെ ചില കസ്റ്റമേഴ്സിനാണെങ്കിൽ അത് താല്പര്യം ഉണ്ടാവില്ല. സ്റ്റിഫ്നർ ആഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വെയിറ്റുള്ള സാധനമാണ്. വെയിറ്റ് എന്ന് വെച്ചാൽ ഒരുപാട് വെയിറ്റ് അല്ല, എന്നാലും പിള്ളേരാകുമ്പോൾ നമ്മൾ അത് ആഡ് ചെയ്യുന്നതനുസരിച്ച് ഉടുപ്പിൻ്റെ വെയിറ്റും കൂടും. അതുകൊണ്ട് ചില പേരൻസ് പറയാറുണ്ട്, അല്ല ചില കസ്റ്റമേഴ്സ് പറയാറുണ്ട് നെറ്റ് തന്നെ മതിയെന്ന്. അപ്പം കുറച്ചും കൂടെ പ്രൈസ് ആവും. അത് പറന്ന് നിൽക്കുന്നത് നെറ്റ് തന്നെ ഇട്ടിട്ടായിരിക്കും നമ്മൾ വലിയ പറത്തി നിർത്തുന്നത്, പഫി ആക്കുന്നത്. അതുകൊണ്ട് അതിന് നമ്മൾ നെറ്റ് തന്നെ ഇടും. അങ്ങനെ അല്ല എന്നുള്ള കസ്റ്റമേഴ്സ് അത് കുഴപ്പമില്ല, സ്റ്റിഫ് നെറ്റ് ഇട്ടാൽ മതി എന്ന് പറയുന്നവർക്കാണ് നമ്മൾ ആ രീതിയിൽ ചെയ്ത് കൊടുക്കും. സാധാരണ ക്യാഷ്വൽ ഡ്രസ്സിലൊക്കെ വരുന്നത്, ക്യാഷ്വൽ എന്ന് പറയുമ്പോൾ എ ലൈൻ ഡ്രസ്സിൽ സിമ്പിളായിട്ട് നമ്മൾ സിൽക്ക് മെറ്റീരിയലോ അല്ലെങ്കിൽ ചന്തേരി അങ്ങനെ നല്ല ക്വാളിറ്റി ഉള്ളതിൽ
കാഷ്വൽ ഡ്രസ്സുകൾ പോകുന്നത്. പിന്നെ കോട്ടൺ റെഗുലറായിട്ട് ഇപ്പോൾ ഒരുപാട് പേര് ചെയ്യാനുണ്ട്, അതുകൊണ്ട് ഞാൻ അതിൽ വലിയ ഇൻട്രസ്റ്റ് എടുക്കാറില്ല. എനിക്ക് കൂടുതലും കുറച്ച് പഫി ആയിട്ട് നിൽക്കുന്ന ബർത്ത്ഡേ ഫ്രോക്കുകൾ അല്ലെങ്കിൽ ഫങ്ഷണൽ വെയേഴ്സാണ് ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഈ കുട്ടികളുടെ ഫാഷൻ മാറുന്നതൊക്കെ നമ്മളെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? കുട്ടികളുടെ ഫാഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കളറ് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പേരൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പം പേരൻ്റ് കുറച്ച് ഫോർമൽ പേരൻ്റ് ആണെങ്കിൽ ലൈറ്റ് കളേഴ്സും ലൈറ്റ് കോസ്റ്റ്യൂമും ഒക്കെ ആയിരിക്കും കുട്ടിക്കും തിരഞ്ഞെടുക്കുക. അതുപോലെ തന്നെ കുറച്ച് ജങ്കിയായിട്ടൊക്കെ നടക്കുന്ന, കുറച്ച് സ്റ്റൈലായിട്ടൊക്കെ നടക്കണം, എൻ്റെ കൊച്ചും എല്ലായിടത്തും കുറച്ച് കാണപ്പെടണം, എല്ലാവരും ശ്രദ്ധിക്കണം എന്നൊക്കെയുള്ള പേരൻസ് ആണെങ്കിൽ നല്ല ഇച്ചിരി കൂടെ ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സും അതുപോലെ തന്നെ ഫ്ലവേഴ്സൊക്കെ ആഡ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാനൊരു ഉടുപ്പ് കാണിക്കാം. അതിന് ഈ ഫ്രോക്ക് ഉണ്ടോ, അപ്പോൾ ഇതിൽ ഫ്ലവേഴ്സ് ഇത്രയും വന്നിട്ടുള്ളത് കൊണ്ട് പേരൻസ് പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യും. ഈ ഫ്ലവറുള്ള ഉടുപ്പ് ഒരിക്കലും ഒരു പീസ് പോലും സ്റ്റോക്ക് വരാറില്ല. അത് ഇച്ചിരി ഈ നെറ്റ് കുറച്ച് പഫിയായിട്ട് നിൽക്കാനായിട്ടുള്ള നെറ്റാണ്. നമ്മളിത് ലെയർ ഇട്ടിട്ടാണ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ അടിയിൽ നമ്മൾ സ്റ്റിഫ്നർ കൊടുത്തിട്ടില്ല. എന്നിട്ട് അത് പഫിയായിട്ട് തന്നെ നിൽക്കും കുട്ടി ഇട്ട് കഴിയുമ്പോൾ. ഇതിന് കുറച്ചൊരു ഇച്ചിങ് ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഈ ഫ്ലവറും ഈ ഐഡിയയും തീമും കണ്ടു കഴിയുമ്പോഴത്തേക്ക് പേരൻസ് ക്യാച്ച് ചെയ്യും. അതുപോലെ തന്നെ പിങ്കാണ് ഗേൾസിന് കൂടുതൽ യൂസ് ചെയ്യുക. പിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗേളിനുള്ള കളറാണെന്നുള്ളത് ഏത് നാട്ടിലാണെങ്കിലും അത് അങ്ങനെ തന്നെയാണ്. അപ്പം ഈ പിങ്ക് കളറാകുമ്പോൾ ഏത് കുട്ടിക്കും, ഇച്ചിരി ബ്ലാക്കിഷ് ആണെങ്കിലും നല്ല വൈറ്റ് ആണെങ്കിലും ആ കുട്ടിക്ക് നന്നായിട്ട് ചേരും ഈ പിങ്ക് ഷെയ്ഡ്. അതുകൊണ്ടാണ് നമ്മൾ ഹോൾസെയിലിൽ ചെയ്യുമ്പോൾ പോലും ഈ പിങ്ക് കളേഴ്സൊക്കെ നമ്മൾ കൂടുതൽ എടുക്കാനുള്ള കാരണം. അപ്പോൾ ഈ കുട്ടികളുടെ ഫാഷനിലുള്ള മാറ്റങ്ങൾ അതൊക്കെ എങ്ങനെ മനസ്സിലാക്കുന്നത്? നെറ്റ് വഴിയാണ്? നമുക്ക് നെറ്റ് വഴി മനസ്സിലാക്കാം. പക്ഷെ നെറ്റ് വഴി മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ കൂടുതലും ഔട്ട്സൈഡേഴ്സിൻ്റെ തിങ്കിങ് ആയിരിക്കും. ഞാൻ ശരിക്കും എൻ്റെ ഈ യൂണിറ്റിൽ പോകുന്നത് അങ്ങനെയല്ല. നമുക്കൊരു ഡിസൈനറുണ്ട്, ആൾ ഡിസൈൻ ചെയ്യും, നമ്മൾ നോക്കും. ഇപ്പം ഔട്ട്സൈഡിൽ ഇപ്പോൾ പേരൻസ് ആണെങ്കിലും ഒക്കെ, എൻ്റെ ആൻറ്റിമാരാണെങ്കിലും കസിൻസ് ആണെങ്കിലും ഒക്കെ പറയും, പക്ഷേ ഈ രീതിയിലുള്ള ഡ്രസ്സ് ഞാൻ ഒരിക്കലും കാണാറില്ല, ഞാൻ എപ്പോഴും അന്വേഷിക്കാറുണ്ട്. അങ്ങനെ പറയുമ്പോൾ ഞാൻ അതാണ് ക്യാച്ച് ചെയ്യാറ്. അങ്ങനെ നോക്കിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇറക്കാൻ നോക്കും. അപ്പോൾ എനിക്കറിയാം ഓൾമോസ്റ്റ് എൻ്റെ ഫ്രണ്ട്സിനാണെങ്കിലും കിഡ്സൊക്കെ ആയി, അപ്പം അവരാണെങ്കിലും പറയും, ജാറ്റൂസ ഇന്ന സാധനങ്ങളൊന്നും മാർക്കറ്റിൽ കിട്ടാറില്ല, അങ്ങനെ നിൻ്റെ അടുത്തുണ്ടോ എന്ന് പറയുമ്പം അത് അവൈലബിൾ അല്ല എന്നുള്ളത് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ ഇത് ഇറക്കുന്നത്. അതുപോലെ നമ്മൾ കടകളെ കണ്ടിട്ട് ഇറക്കാൻ എൻ്റെ യൂണിറ്റ് കൊണ്ട് പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ കടകൾക്ക് കൊടുക്കുന്ന ആളായതുകൊണ്ട് അങ്ങനെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റൊരു കടയിൽ ഉള്ളതാണ്. അപ്പോൾ എൻ്റെ കടയിൽ നിന്ന് സാധനം പോവില്ല, അല്ല എൻ്റെ യൂണിറ്റിൽ നിന്ന് സാധനം പോവില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ വരുമ്പോൾ പറയും, ഇത് ആ കടയിലൊക്കെ കണ്ടതാണല്ലോ, അതുകൊണ്ട് ഇത് വേണ്ട എന്ന് പറയും. അതുകൊണ്ട് നമുക്ക് കോപ്പി അടിക്കാൻ പറ്റില്ല. നമ്മൾ തന്നെ അപ്പം പുതിയ സ്കെച്ച് ഇടും. അതുപോലെ തന്നെ ഇപ്പം വലിയവരുടെ കാണുമ്പോൾ ചിലത് പിള്ളേർക്കില്ലല്ലോ എന്ന് ഓർക്കും. അപ്പം അത് നമ്മൾ ഒന്ന് പരീക്ഷിച്ച് നോക്കും. കടകളിൽ സക്സസ് ആവുകയാണെങ്കിൽ നമ്മൾ പിന്നെയും അത് തന്നെ റീഓർഡർ ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. അത് റീഓർഡർ ചെയ്ത് നമ്മൾ വീണ്ടും അത് പ്രൊഡക്റ്റ് ആക്കി വീണ്ടും കൊടുക്കും. കൂടുതലായിട്ട് പാരൻസ് സെലക്ട് ചെയ്യുന്ന കളേഴ്സ് ഏതൊക്കെയാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട്? കൂടുതലായിട്ട് പേരൻസ് സെലക്ട് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ സ്കിൻ ടോൺസ് ഒക്കെ ഭയങ്കരമായിട്ട്, സ്കിന്നും ബ്രൗൺ ഷെയ്ഡ് അതിൻ്റെ കൂടെ മിക്സ് വരുന്നത്, പിന്നെ ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് വന്നിട്ട് അതിൻ്റെ കൂടെ മെറൂൺ ഷെയ്ഡ്, പിന്നെ റെഡും സ്കിൻ ഷെയ്ഡും, അതുപോലെ തന്നെ പിങ്കും വൈറ്റും റെഡും ഒക്കെ റെഗുലറായിട്ട് പോകുന്ന കളേഴ്സാണ്. അതിന് നമുക്കൊരു ട്രെൻഡില്ല, അതെപ്പോഴും തന്നെ പോകും. എങ്ങനെയാണ് നമ്മൾ വൈറ്റ് എന്തെങ്കിലും കുറച്ച് ഫ്ലവറും കുറച്ച് എംബ്രോയ്ഡറിയോ ലൈറ്റ് എംബ്രോയ്ഡറിയോ ഒക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ പോകും. അതെപ്പോഴും ആൾക്കാർ ക്യാച്ച് ചെയ്യുന്നതാണ്. പുതിയ തരത്തിലുള്ള ഏതെങ്കിലും നിങ്ങളുടേതായ എന്തെങ്കിലും ഇങ്ങനെ ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവില്ലേ? കുറച്ച് മെറ്റീരിയൽസ് നമ്മൾ ഇപ്പം കൂടുതലായിട്ടും ജൂട്ടിൽ, സിന്തറ്റിക് ജൂട്ടിൽ പ്രിൻ്റഡ് വരുന്ന ചുരിദാറുകൾ കൂടുതലായിട്ടും നമ്മുടെ ഇപ്പം മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് തോന്നുന്നുണ്ട്, കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പം പേരൻസ് അപ്പോൾ കിഡ്സിന് വേണ്ടിയും അത് അന്വേഷിക്കുമെന്ന്. അതുകൊണ്ട് നമ്മൾ ആ രീതിയിൽ കുറച്ച് പ്രൊഡക്ട്സ് ചെയ്യുന്നുണ്ട്. അത് കാണിച്ചു തരാം. അനാർക്കലി മോഡലിൽ ഇപ്പം ഡിസൈൻസ് വരുന്നുണ്ട്. ആ ഡിസൈനിൽ ഇപ്പം അമ്മയ്ക്കപ്പോൾ അതുപോലത്തെ ഒരെണ്ണം ഇപ്പം അമ്മ എടുത്തു, അപ്പം മകൾക്ക് അത് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഒരു ഓപ്ഷൻ ഇല്ല, അത് പോകണ്ട. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു ഡിസൈനിൽ ചെയ്തു. ഇതിൽ കുറച്ച് ഫ്ലവേഴ്സും ഇപ്പം ചില ഷോപ്പിലേക്ക് അല്ലെ ചില കസ്റ്റമേഴ്സിന്, ചില സൈഡിലേക്കുള്ള കസ്റ്റമേഴ്സിന് ഫ്ലവറും അങ്ങനെയൊക്കെ ഉള്ളതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ജങ്കിയായിട്ട് ഫീൽ ചെയ്യും. ചിലർക്കാണെങ്കിൽ സിമ്പിളായിട്ട് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് അവർക്ക് ഏറ്റവും താല്പര്യം. അപ്പോൾ ആ രീതിക്ക് ഏത് സ്ഥലത്തേക്കാണോ നമ്മൾ ഈ ഓർഡർ കൊടുക്കുന്നത് അതനുസരിച്ച് ഇതിന് നമ്മൾ മാറ്റങ്ങൾ വരുത്തും. ഗോൾഡിഷ് ആയിട്ടാണ് വരുന്നത്. ഇതിപ്പോൾ ഫ്ലവർ ഗേൾസിനൊക്കെ ഒരുപാട് പോകുന്നുണ്ട്. ഫ്ലവർ ഗേൾസിനാകുമ്പം ഗോൾഡിഷ് ഷെയ്ഡിലായിരിക്കും. ഇപ്പോഴത്തെ വെഡ്ഡിങ് ഗ്രൂംസിൻ്റെ ഒക്കെ ആൻറ്റിക് ഗോൾഡ് ഷെയ്ഡിലാണ്
വരുന്ന ഡ്രസ്സും, ഇപ്പം ഗൗൺ ആണെങ്കിലും അതുപോലെ തന്നെ സാരി ആണെങ്കിലും, അല്ലെങ്കിൽ ഡ്രൈ ഫ്ലവർ സെറ്റിംഗ് ഒക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ ഇപ്പോൾ നമ്മുടെ കസ്റ്റമർ പറയുകയാണ് ഡ്രൈ ഫ്ലവർ സെറ്റിങ്ങിൽ വേണം നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈ ഫ്ലവർ വെച്ച് കൊടുക്കും. വാഷ് ചെയ്യുമ്പോൾ റിമൂവ് ചെയ്തിട്ട് വാഷ് ചെയ്യാവുന്ന രീതിയിൽ. ഫ്രോക്ക് തയ്ക്കാൻ വേണ്ടി കുട്ടികൾക്ക് മെറ്റീരിയൽ സെലക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ കുറച്ചുകൂടെ കെയർഫുൾ ആവേണ്ടത്. കുറേ പേർക്ക് അലർജി ആയിരിക്കും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ ബോംബെ നിന്നൊക്കെ സെലക്ട് ചെയ്യുന്നവരായിരിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക? ഇപ്പം നമുക്ക് ഇപ്പം എനിക്ക് തുടക്കത്തിലൊന്നും അത്ര അറിയത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം ഒരു നെറ്റാണെങ്കിൽ കുറച്ച് റഫായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അതിനകത്ത് ഇത്ര കെമിക്കലും ഇതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടാകും. പിന്നെ ചില നെറ്റൊക്കെ എടുക്കാൻ ചെല്ലുമ്പോൾ നമുക്കറിയാം ആ കെമിക്കൽ കണ്ടന്റ് കൊണ്ട് നമ്മുടെ കണ്ണ് നിറയും. അത്രയ്ക്ക് ഇതായിട്ടുള്ള നമുക്ക് അവരുടെ ഗോഡൗൺസിലൊക്കെ ചെല്ലുമ്പോൾ ചിലപ്പോൾ അങ്ങനെയുള്ളതാണെങ്കിൽ ഞാൻ എടുക്കില്ല. അങ്ങനെ അല്ലാത്തത് നമ്മൾ പോയി അതെവിടെയാണെന്നോ കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ അങ്ങനെയുള്ള സാധനങ്ങളാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ചിലത് അത് പേരൻസിനെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ചിലതാണെങ്കിൽ ചില മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾക്ക്, അതായത് 16, 18, 20 ആ റേഞ്ചിൽ വരുമ്പോൾ ആ സൈസിലുള്ള കുട്ടികൾക്ക് എടുക്കുമ്പോൾ ചിലപ്പോൾ അവർ യൂറിൻ പാസ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. ചിലപ്പോൾ നാപ്കിനൊന്നും കെട്ടാതെ പെട്ടെന്നൊന്നും സംഭവിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ തുണി ചിലപ്പം കീറിപ്പോവുകയോ അങ്ങനെ എന്തെങ്കിലും ഹോൾസ് വീഴുകയോ ഒക്കെ ചെയ്യാൻ വഴിയുണ്ട്. അപ്പം ആ സൈസിലുള്ള കുട്ടികൾക്ക് അങ്ങനെ അല്ലാത്ത മെറ്റീരിയൽസ് സെലക്ട് ചെയ്യും. അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണോ എന്ന് എപ്പോഴും നോക്കാറുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ചെറിയ കുട്ടികളുടെ ചെയ്യുന്നത്. അപ്പം അവർക്ക് എപ്പോഴും ഇറിറ്റേഷൻ ഇല്ലാത്ത സാധനങ്ങൾ ചെയ്ത് കൊടുക്കണമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫാഷനും ബ്യൂട്ടിയും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അല്ലേ? ഓബിയസ്ലി അടുത്ത സെഗ്മെൻറ്റ് ഒരു ബ്യൂട്ടി സെഗ്മെൻറ്റ് തന്നെ. സുന്ദരി എന്ന് പറഞ്ഞു കേൾക്കാൻ എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്നില്ലേ? അതുപോലെ പ്രത്യേകിച്ച് ഒരു പാർട്ടിക്കൊക്കെ പോവുകയാണെങ്കിൽ സുന്ദരിയാണ് അവിടുത്തെ മെയിൻ അട്രാക്ഷൻ ആവുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. അപ്പോൾ പാർട്ടിക്കൊക്കെ പോകുമ്പോൾ ചെയ്യുന്ന ലൈറ്റ് മേക്കപ്പാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നമ്മുടെ കൂടെ പനമ്പള്ളി നഗറിലെ ബ്യൂട്ടി ഷാക്ക് പാർലറിലെ അന്ന സിബിയാണ് നമുക്ക് വേണ്ടി ലൈറ്റ് മേക്കപ്പ് ചെയ്തു തരുന്നത്. ഹായ് ചേച്ചി, ചന്ദ്രലേഖയിലേക്ക് സ്വാഗതം. ഇന്ന് പാർട്ടിക്കൊക്കെ ചെയ്യുന്ന ലൈറ്റ് മേക്കപ്പ് ആണ് ചെയ്യാൻ പോകുന്നത്. അതെ അതെ അതെ. ഓക്കെ, മോഡലായിട്ട് എത്തിയിരിക്കുന്ന ആരാണ്? ഇത് ആൻഫേബ സെബി. അപ്പം നമുക്ക് ചെയ്തു തുടങ്ങാം. അതെ അതെ. ആനിൻ്റെ ഫേസിൻ്റെ പ്രത്യേകത അതിനനുസരിച്ചാണോ മേക്കപ്പ്? പ്രത്യേകതകൾ എന്തൊക്കെയാണ്? എപ്പോഴും മേക്കപ്പ് കൂടുതലാവാതെ ശ്രദ്ധിക്കണം. ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെവി മേക്കപ്പ് തീരെ ചോദിക്കുന്നതല്ല. അപ്പോൾ ഉള്ള സ്കിന്നിനുണ്ട് പകുതി കുറേ പാച്ചസ് ഉണ്ട് ഈ ഭാഗത്ത്. അപ്പോൾ അത് ജസ്റ്റ് കവർ ചെയ്യുക, പിന്നെ ജസ്റ്റ് ഒന്ന് ഫ്രഷ്, അത്രയാണ് ഇപ്പോൾ സിമ്പിളായിട്ടുള്ള മേക്കപ്പാണ്. അതെ, സിമ്പിൾ ലുക്കാണ് നല്ലത്. അപ്പോൾ അതിനനുസരിച്ചാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതെ അതെ. ഫൗണ്ടേഷൻ തിരഞ്ഞെടുക്കുമ്പോൾ ഇപ്പോൾ സ്കിൻ ടോൺ അനുസരിച്ച് വേണം തിരഞ്ഞെടുക്കാൻ. അപ്പോൾ നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ സ്കിന്നിന് രീതിയിൽ അതിന് ക്ലീൻ ചെയ്യണ്ടേ? അതെ, അതിന് എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്? ക്ലീൻ ചെയ്യുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കാനൊന്നുമില്ല. ക്ലെൻസ് ചെയ്യുക, പിന്നെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ ജസ്റ്റ് മോയ്സ്ചറൈസിങ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്യുക. ജസ്റ്റ് ക്ലെൻസ് ചെയ്തിട്ട് ചെയ്യാം. ഇത് നോർമൽ സ്കിന്നാണ്. അതെ അതെ, ഇത് നോർമൽ സ്കിന്നാണ്, വലിയ പ്രശ്നമൊന്നുമില്ല. ഈ പാച്ചസ് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ക്ലെൻസ് ചെയ്താൽ മതി. ക്ലെൻസറാണ്. ഡെയിലി ക്ലെൻസർ യൂസ് ചെയ്യുന്നതിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? എപ്പോഴും നമ്മൾ ക്ലെൻസർ യൂസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. നമ്മളെ സ്കിന്നിന് യോജിക്കുന്നതാണോ നമ്മൾ ചെക്ക് ചെയ്തിട്ട് മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. അതെ, ഇപ്പോൾ ഒരു ആൾക്ക് യോജിക്കുന്നത് വേറെ ആൾക്ക് യോജിക്കണം എന്നില്ല. അപ്പം നമ്മളെപ്പോഴും നമ്മൾ യൂസ് ചെയ്ത് തന്നെ പറ്റുള്ളൂ. യൂസ് ചെയ്ത് നോക്കണം. അപ്പം ആരെന്ത് പറഞ്ഞാലും ഇല്ല ഇല്ല ഇല്ല. ക്ലെൻസിന് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ക്ലെൻസർ നോർമൽ എല്ലാ സ്കിന്നിനും പറ്റിയതാണ്. ക്ലെൻസർ എല്ലാ സ്കിൻ ടൈപ്പിനും അനുസരിച്ചാണ് ക്ലെൻസർ വരുന്നത്. ജസ്റ്റ് നമ്മളെ ഈ പാച്ചസ് ഒക്കെ കവർ ചെയ്യാൻ. മുഖക്കുരുവിൻ്റെ ഇത് വരുന്നതും സെയിം ആയിട്ടാണോ ചെയ്യുന്നത്? മുഖക്കുരുവിൻ്റെ പാടുകളും ഉള്ളവരും സെയിം ആയിട്ട്? മേക്കപ്പിന് അങ്ങനെ സെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്കിൻ ടോൺ അനുസരിച്ച് കവർ ചെയ്യലാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. എല്ലാ സ്കിന്നിനും അത് നമ്മൾ തന്നെ സെലക്ട് ചെയ്തെടുത്തിട്ട്. കുറച്ച് ഡാർക്ക് സ്കിന്നിനുള്ളവർക്കൊക്കെ ഏത് തരത്തിലുള്ള ഇതൊക്കെയാണ് യൂസ് ചെയ്യാൻ? ഡാർക്ക് സ്കിന്നിന്
പിന്നെ റോസ് കളർ, പിങ്ക് കളർ അങ്ങനെയൊക്കെ ഉള്ളത് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഹെവി ആയിട്ട് മേക്കപ്പ് ഫീൽ ചെയ്യും. ഡാർക്ക് സ്കിന്നിന് എപ്പോഴും ലൈറ്റ് ആയിട്ടുള്ളത് തന്നെ സെലക്ട് ചെയ്യണം. ഡാർക്ക് സ്കിന്നിന് മേക്കപ്പ് ചെയ്യുമ്പോഴാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇത് പാച്ചസ് നമുക്ക് കവർ ചെയ്യാം. കവർ അപ്ലൈ ചെയ്യുന്നതാണ്. കവർ ലൈറ്റായിട്ടേ ഇടുകയുള്ളൂ കേട്ടോ. പാച്ചസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളപ്പോൾ എന്താണ് യൂസ് ചെയ്യുന്നത്? കവർ ക്രീം. അത് കവറാണ്, കവർ ചെയ്യാനാണ്. ഇത് ഹെവി മേക്കപ്പ് ആണെങ്കിലും നമ്മൾ ഇങ്ങനെ ഇത് തന്നെയാണോ ആദ്യമേ യൂസ് ചെയ്യുന്നത്? അതോ എൻ്റെ എത്ര ഹെവി മേക്കപ്പ് ആണെങ്കിലും ആദ്യം ഇത് സ്കിന്ന് കവർ ചെയ്യണം എന്തായാലും, പാച്ചസും എല്ലാം. അപ്പം നമ്മൾ കവറിങ് ക്രീം അപ്ലൈ ചെയ്ത് കഴിഞ്ഞു, ഇനിയിപ്പം എന്താ ചെയ്യാൻ പോകുന്നത്? ഇത് ജസ്റ്റ് ഫൗണ്ടേഷനാണ്. ഹെവി ആയിട്ടല്ല, എല്ലാം ലൈറ്റായിട്ടാണ്. ഇത് ഹെവി ആയിട്ട് മേക്കപ്പ് തോന്നി ഫീൽ ചെയ്യരുത്, ലൈറ്റായിട്ട് തന്നെ ചെയ്യണുള്ളൂ കേട്ടോ. ഫൗണ്ടേഷൻ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും? ഫൗണ്ടേഷൻ എപ്പോഴും സ്കിന്നിൽ ഈവണായിട്ട് വരണം, അത്രേ ഉള്ളൂ. വേറെ ഇടുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, ഈവണായിട്ട് ഫീൽ ചെയ്യണം. കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്ത് ചെയ്യേണ്ട സ്ഥലങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഫൗണ്ടേഷൻ ഇല്ല, പക്ഷെ അല്ലാണ്ട് നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ ഫീച്ചേഴ്സ്, ഇപ്പോൾ അഭംഗിയെ മറയ്ക്കാനും ഭംഗിയുള്ളതിനെ എടുത്തറിയിക്കാനും ഉള്ളതാണ് മേക്കപ്പ്. അപ്പോൾ അതിനുള്ളത് മാത്രം ചെയ്യും. ഫൗണ്ടേഷന് പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലായിടത്തും ഈവണായിട്ട് കവർ ആവുക. നമ്മൾ ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഇതിന് കളർ മാച്ച് ആവുന്ന എങ്ങനെ അതേ കളറിൽ നമ്മൾ ചെക്ക് ചെയ്തിട്ട് തന്നെ നോക്കണത്. കയ്യിലല്ല, നമ്മൾ കയ്യിൽ ചെക്ക് ചെയ്താൽ ഒരിക്കലും കറക്റ്റ് ഫൗണ്ടേഷൻ കിട്ടില്ല. എപ്പോഴും നമ്മളെ ചീക്കിൽ വേണം ചെക്ക് ചെയ്തെടുക്കാൻ. സെയിം കളർ തോന്നും. സെയിം കളർ. കയ്യിലൊന്നും നമ്മൾ ചെക്ക് ചെയ്തെടുത്താൽ ഒന്നും ഫേസിന് സ്യൂട്ട് ആവില്ല. എപ്പോഴും ചീക്കിൽ ചെക്ക് ചെയ്തിട്ട് ഫൗണ്ടേഷൻ തിരഞ്ഞെടുക്കുക. ഫൗണ്ടേഷൻ ഇടുമ്പോൾ ചെവി, കൈ എല്ലാം ഒന്ന് ലൈറ്റായിട്ട് ഇടാൻ എപ്പോഴും ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അതെല്ലാം എക്സ്ട്രാ ആയിട്ട് നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മുടെ കൈയുടെ കളർ കുറച്ചുകൂടെ ഡാർക്ക് ആയിരിക്കും. അപ്പോൾ സ്കിന്നും ഇതായിട്ട് യോജിക്കും. വേറെ ഒരെണ്ണം ഇടണോ? കയ്യിൽ എപ്പോഴും നമ്മൾ അതിന് യോജിക്കുന്നതനുസരിച്ച് ഇടേണ്ടത് കൈക്ക് സ്കിന്നും. അപ്പം ഫൗണ്ടേഷൻ ജസ്റ്റ് അപ്ലൈ ചെയ്തു. അടുത്തത് നമ്മൾ ഫീച്ചേഴ്സിനെ കറക്റ്റ് ചെയ്യിക്കാനുള്ളൊരു ഇതാണ് കട്ടിങ്, ചീക്ക്, നോസ് ലൈറ്റായിട്ട്. ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മളത് പ്രസ്സിങ് പൗഡറാണ് യൂസ് ചെയ്യേണ്ടത്, ഫിക്സിങ്. അപ്പോൾ നമ്മൾ ഇട്ടത് നല്ല ഫിക്സ് ആക്കാനുള്ള പൗഡർ. ഇനി നമുക്കിതിൻ്റെ പ്രസ് പൗഡർ ഇടാം, ഫിക്സ് ചെയ്യാനുള്ള. എല്ലാവർക്കും കോമൺ ആയിട്ടാണ്. കോമൺ, അത് സ്കിൻ ടോൺ അനുസരിച്ച് തന്നെയാണ്. അതെല്ലാം മേക്കപ്പ് എല്ലാം അത് തന്നെ. ലൈറ്റായിട്ട് എല്ലാം ഇട്ടിട്ടുണ്ട്. അതെ, ഇനി ഫീച്ചേഴ്സിന് നമ്മൾ കറക്റ്റ് ചെയ്യിക്കാം, അത്രേ ഉള്ളൂ. പാർട്ടി ഇതായതുകൊണ്ട് ജസ്റ്റ് ഒരു ഗ്ലോ ഉള്ളതാണ് കൊടുക്കുന്നത്. പകല് പാർട്ടി നടക്കുന്ന അങ്ങനെയാണെങ്കിലും പ്രോബ്ലം, ജസ്റ്റ് ലൈറ്റായിട്ട്. നൈറ്റിൽ ഇത്തിരി കൂടുതൽ വരും. നമ്മൾ ഈ ഐഷാഡോ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഐഷാഡോ ഇടുമ്പോൾ കണ്ണിന് ചേരുന്നതും ഡ്രസ്സിന് കംഫർട്ടായിട്ടുള്ളതും ഐഷാഡോ ആണ് യൂസ് ചെയ്യുക. നമ്മൾ കണ്ണ് നല്ല എഫക്റ്റായിട്ട് ഇരിക്കാനുള്ളത് ചെയ്യണം. ചെറിയ കണ്ണുകളുള്ളവർക്ക് മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഐഷാഡോയിൽ പല രീതിയിലും നമ്മളെ കണ്ണിൻ്റെ ഷേപ്പിനെ മാറ്റാൻ പറ്റും. ഐഷാഡോയിൽ തന്നെയാണ് അത് നല്ലൊരു അറിയുന്ന ഒരു ബ്യൂട്ടീഷ്യന് നന്നായിട്ട് ചെയ്യാൻ പറ്റും. ചെറിയ കണ്ണിനെ വലുതാക്കാൻ പറ്റും, വലിയ കണ്ണിനെ ചെറുതാക്കാൻ പറ്റും, എല്ലാം ചെയ്യാൻ പറ്റും. ഐബ്രോസ് ഒന്ന്, ഇത് ലൈറ്റ് ഐബ്രോസ് ആണ്, ജസ്റ്റ് ഡാർക്ക് ചെയ്യണം. ഒരിക്കലും ബ്ലാക്ക് യൂസ് ചെയ്യരുത്. ഐബ്രോ പെൻസിൽ യൂസ് ചെയ്യരുത്. ഐബ്രോ പെൻസിൽ യൂസ് ചെയ്താൽ അത് ഐബ്രോസ് ഇങ്ങനെ ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കും. ലൈറ്റായിട്ടുള്ളതേ ഇടാവുള്ളൂ. ഡാർക്ക് ഷെയ്ഡാണ്, ബ്ലാക്ക് അല്ല. കണ്ണിപ്പോൾ ഭയങ്കര വലിയ കണ്ണാണ്, നമുക്കിത്തിരി ചെറുതായിട്ട്. ഓക്കെ, ഭയങ്കര വലിയ കണ്ണാണ്. കണ്ണിന് ഇത്തിരി
ലൈറ്റ് ആക്കണം. വെറൈറ്റി കളേഴ്സ് യൂസ് ചെയ്യുന്നവരില്ല? കളേഴ്സ് യൂസ് ചെയ്യുന്നവരുണ്ട്. പിന്നെ എക്സ്ട്രാ ലാഷസ് തോന്നാൻ വേണ്ടിയിട്ട് ചെയ്യും. ഇത് വോളിയം മസ്കാര, എല്ലാം വാട്ടർ പ്രൂഫാണ്. നമ്മുടെ ലിപ് ലൈനർ കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എപ്പോഴും നമ്മളെ സ്കിന്നിന് ചേരണ കളറ് ഭയങ്കര എടുത്തറിയാത്തത് പോലത്തെയൊക്കെ ലൈറ്റായിട്ട് ഇടാവുള്ളൂ. ശരിക്കും ഭയങ്കര ലിപ് ലൈൻ മാത്രം എക്സ്ട്രാ ആയിട്ട് നിന്നാൽ ഭയങ്കര ബോറാണ്. അപ്പോൾ ചേരുന്ന മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. പിന്നെ ഷേപ്പ് ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ ഷേപ്പ് ചെയ്ത് വരയ്ക്കും ലൈറ്റായിട്ട്. പിന്നെ വലിയ ചുണ്ടുള്ളവർക്ക് ഉള്ളിൽ കൂടിയേ വരയ്ക്കാവുള്ളൂ. ലൈറ്റായിട്ട് മതി. ജസ്റ്റ് ഒരു ലിപ് ഗ്ലോസ് കൂടെ, ന്യൂഡ് ലിപ്സ്റ്റിക്ക് ലിപ് ഗ്ലോസ് ആണ്. അത് നല്ലത്. നോക്കാം, ഇത്തിരി ഗ്ലോ കിട്ടും. കട്ടി തോന്നില്ല, ഗ്ലോ വരും. ഇപ്പോൾ ഫേസിൽ ഏകദേശമൊക്കെ കഴിഞ്ഞു ലൈറ്റായിട്ട്. ഇനി നമുക്ക് കമ്മലിടാം, പിന്നെ ഹെയർ ഒന്ന് സെറ്റ് ചെയ്യാം. നമ്മൾ ലൈറ്റ് മേക്കപ്പ് എല്ലാം ചെയ്ത് കഴിഞ്ഞല്ലേ? അപ്പം തുടങ്ങിയതിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലുക്കിലാണ് ഇപ്പോൾ ഫേഡ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ലൈറ്റ് മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും പാർട്ടിയിൽ സ്റ്റാർ ആവും തീർച്ചയാണ്. അപ്പോൾ നമുക്ക് വേണ്ടി ഇത് ചെയ്തു തന്നത് പനമ്പള്ളി നഗറിലെ ബ്യൂട്ടീഷ്യൻ പാർലർ നടത്തുന്ന അന്ന സെബിയാണ്. അപ്പം നമുക്ക് വേണ്ടി ഇത് കാണിച്ചു തന്നതിന് ഒത്തിരി നന്ദി. താങ്ക്സ്. ടെക്നോളജിയുടെ കാര്യത്തിൽ സ്ത്രീകൾ ഒട്ടും അപ്ഡേറ്റഡ് അല്ല എന്ന് പൊതുവെ ഒരു സംസാരമുണ്ട്. സ്ത്രീകൾക്കായുള്ള പുതിയ ആപ്ലിക്കേഷനുകൾ പരിചയപ്പെടുത്തുന്നതാണ് അടുത്ത സെഗ്മെന്റ്. ഏത് ലാപ്ടോപ്പ് സ്ക്രീനും ഇനി ടച്ച് സ്ക്രീൻ ആക്കാം. നിങ്ങളുടെ ലാപ്ടോപ്പ് സ്ക്രീൻ ടച്ച് സ്ക്രീൻ അല്ലാത്തതിൽ ഇനി വിഷമിക്കേണ്ട. ലാപ്ടോപ്പിന്റെ ഒരു ഉപകരണം പോലും അഴിച്ചു മാറ്റാതെ തന്നെ ടച്ചാക്കി മാറ്റാനുള്ള ഡിവൈസ് കണ്ടുപിടിച്ചു കഴിഞ്ഞു. എയർബാർ എന്ന USB ഡിവൈസറാണ് സാങ്കേതിക രംഗത്ത് പുതിയ ചലനം സൃഷ്ടിക്കാനെത്തുന്നത്. നിയനോടെ കമ്പനിയാണ് എയർബാർ ഡിവൈസറിന്റെ ഉപജ്ഞാതാക്കൾ. സ്കെയിൽ ആകൃതിയിലുള്ള എയർബാർ ലാപ് സ്ക്രീനിന്റെ താഴെ ഭാഗത്താണ് ഘടിപ്പിക്കുന്നത്. ഒരിക്കൽ ഈ ഡിവൈസ് ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ അദൃശ്യമായ പ്രകാശത്തിന്റെ സഹായത്താൽ ലാപ്ടോപ്പിന്റെ സ്ക്രീനിൽ സ്പർശിച്ചുകൊണ്ട് പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. എയർബാർ പ്രയോഗക്ഷമമാക്കാൻ പ്രത്യേക സോഫ്റ്റ്വെയറുകളുടെ സഹായമൊന്നും ആവശ്യമില്ല. വിൻഡോസ് 7, വിൻഡോസ് 8, വിൻഡോസ് 10 തുടങ്ങിയവയുള്ള ഏത് സിസ്റ്റവുമായും ബന്ധിപ്പിച്ചു കഴിഞ്ഞാലും എയർബാർ പ്രവർത്തിക്കും. $50 ഇതിന് കമ്പനി നിശ്ചയിച്ചിരിക്കുന്ന വില. മുൻകൂട്ടി ഓർഡർ ചെയ്യുന്നവർക്ക് $49 ഈ ഉപകരണം സ്വന്തമാക്കാം. എല്ലാത്തരം ഡിസ്പ്ലേയിലും എയർബാർ ബന്ധിപ്പിക്കാൻ തൽക്കാലം സാധ്യമല്ല. നിലവിൽ 15.6 ഇഞ്ച് ലാപ്ടോപ്പുകളിൽ മാത്രമേ എയർബാർ ഘടിപ്പിക്കാൻ സാധിക്കൂ. ചന്ദ്രലേഖയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. കൂടുതൽ കാഴ്ചകളുമായി വീണ്ടും കാണാം. चंद्रलेखा